ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദ്വിദിന വെക്കേഷൻ ക്യാമ്പും സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി രൂപതയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സഹായിക്കുന്ന പദ്ധതിയായ സൺഷൈൻ ഓൺ ലൂസ് ചൈൽഡ് സ്പോൺസർഷിപ്പിലെ അംഗങ്ങളായ 150 കുട്ടികൾക്കായി ദ്വിദിന വെക്കേഷൻ ക്യാമ്പും സ്കോളർഷിപ്പ് വിതരണവും നടത്തി. ജൂബിലി ഹാളിൽ ആരംഭിച്ച ക്യാമ്പ് സൊസൈറ്റി ഡയറക്ടർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കടയപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ പതിവ് പോലെ അതിരാവിലെ എഴുന്നേൽക്കും, പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പ്രാർത്ഥനകളെല്ലാം നടത്തും, എൻ്റെ ജോലികളെല്ലാം പതിവ് പോലെ ഞാൻ ചെയ്യും, രാത്രിയാകുമ്പോൾ ഞാൻ സുഖമായി ഉറങ്ങും എന്നാണ്. അപ്പോൾ ആ ശിഷ്യൻ വീണ്ടും ചോദിച്ചു, അങ്ങ് മരിക്കുമെന്നറിഞ്ഞിട്ടും വേറെ ഒരു തരത്തിലുള്ള ഒരു കാര്യവും ചെയ്യില്ലേ? അപ്പോൾ ആ ഗുരു പറഞ്ഞ ഒരു കാര്യമുണ്ട്, വിശേഷ ദിവസങ്ങളിൽ മാത്രം ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്താണ് പുതുമ? എല്ലാ ദിവസത്തെയും എല്ലാ കാര്യങ്ങളും വിശേഷ ബുദ്ധിയാൽ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ലത്. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് ആവശ്യമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ജീസസ് യൂത്ത് ടീം അംഗങ്ങളുടെ നേതൃത്വത്തിൽ ക്ലാസുകളും ചർച്ചയും നടത്തി. അതോടൊപ്പം തന്നെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ പരിശീലനങ്ങളും നടത്തി. വ്യക്തിത്വ വികസനം, കലാകായിക മത്സരങ്ങൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ക്യാമ്പിന്റെ സമാപന ദിവസത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പഠന സഹായമായി സ്കോളർഷിപ്പ് വിതരണവും നടന്നു. 5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായമാണ് നൽകിയത്. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ കടയപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് പത്രമാധ്യമങ്ങളും പോലും തുറക്കാൻ പറ്റാത്ത, TV പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം യുദ്ധം തുടങ്ങി. നമുക്കറിയാം നമ്മുടെ പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥ. കോവിഡിന് ശേഷം നമുക്ക് രണ്ടായിട്ടും കൂട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ഫാമിലികൾ പലതും ഇന്ന് പോകുന്നത്. നമുക്കറിയാം, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും സാധനങ്ങൾ വേണോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട വേണമെന്ന് പറയുമ്പോൾ അത് വാങ്ങിച്ചാൻ വേണ്ടി അവർ പാടുപെടുന്ന രീതി. യോഗത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻ ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടിക്കാട് സ്വാഗതവും അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് റോസ്മി അഗസ്റ്റിൻ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.